അപ്പം ഞാനിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് രാവിലെ തന്നെ ഷീനു സ്കൂളിൽ പോണ ഒരു വീഡിയോസാണ്. അപ്പം നിങ്ങളതൊന്ന് കണ്ടു നോക്കിട്ടോ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാജി. അപ്പം നല്ല മഴ കേട്ടോ. ഇന്ന് രാവിലത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എഴുന്നേറ്റു. ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ സഫ മോള് പോയി. പിന്നെ ഇപ്പോൾ സമയം 8:10. ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കിടന്നു. അങ്ങനെ ഷിനുവിന് സ്കൂളുണ്ട്. അവന് ഇതാ പോകാൻ വേണ്ടിയിട്ട് അവനെ ഞാൻ വിളിക്കാൻ വന്നതാട്ടോ. അപ്പോൾ നല്ല മഴ ഉണ്ട് കേട്ടോ. ഇരുട്ട് കണ്ടോ. അപ്പൊ നമ്മള് വീഡിയോസ് ഒക്കെ എന്നും ചെയ്യണം എന്നൊക്കെ വിചാരിക്കട്ടെ. പക്ഷെ സാഹചര്യം നമുക്ക് അതിനെ അനുവദിക്കണില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ ആയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. തിരക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 6 മണിക്ക് ഷിനുവിന് മദ്രസയിൽ പോകണം, 7:15 മോൾക്ക് സ്കൂളിൽ പോകണം. അപ്പൊ അതിന്റെ ഇടയിൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും വേണം, പിന്നെ ലഞ്ചും വേണം. അപ്പൊ അത് ഒക്കെ രണ്ടും കൂടിയൊക്കെ ആവുമ്പോ ഒക്കെ കൂടി നല്ല തിരക്കാവും. പിന്നെ മോൾക്ക് തരാനും സമയം ഉണ്ടാവില്ല. അവൾക്ക് 6 മണിക്ക് വിളിച്ചാൽ മതി പറയാം. അവൾക്ക് 7:15 ഒക്കെ ആവുമ്പോഴാണ് കുമ്പിടിത്തിരുവെന്ന് ബസ് വരുന്നത്. തൃത്താല അവിടെ പോകണം. വീടിന്റെ അവിടുന്ന് കുറച്ച് ദൂരം പോകാണ്ട്. ബസ് അവിടേക്കാണ്. അപ്പൊ അവിടെ വരെ കൊണ്ടാക്കി കൊടുക്കണം. ഇപ്പൊ രാവിലെ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് രാത്രി ആവുമ്പോ തന്നെ ഇവരിങ്ങനെ പരത്തിയിട്ടുണ്ടാവും കേട്ടോ. ബുക്ക് ഒരു സ്ഥലത്ത്, ഡ്രസ്സ് വേറൊരു സ്ഥലത്ത്, അങ്ങനെയൊക്കെ. പിന്നെ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ പണി 1 മണിക്കൂറോളം ഇതൊക്കെ ഒതുക്കാൻ തന്നെ വേണം കേട്ടോ. ഒക്കെ വലിച്ചു വാരിയിട്ട് ഒന്നും കറക്റ്റ് എന്താണ് വെള്ളം കുടിച്ച സ്ഥലത്ത്, ജഗ് വേറുള്ള സ്ഥലത്ത്. പിന്നെ ഇക്കൊക്കെ മരുന്നൊക്കെ കഴിച്ചിട്ട് ഗുളിക, ഈ ഷുഗറിന്റെ ഗുളിക ഉണ്ടല്ലോ, അത് കഴിച്ചിട്ട് അത് ഡപ്പൊക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ച് നമുക്ക് ഒതുക്കണ ഒരു പണി തന്നെയാണ് കേട്ടോ. നല്ലൊരു ടാസ്ക്കാണ്. അപ്പം ഇക്കയും സമ്മോളും പോകുമ്പോ ഞങ്ങൾ കെടുക്കണ കാരണം പിന്നെ ഈ പണിയൊക്കെ ഭയങ്കര ശല്യമാണ്. ഉപകാരമാണ്, ശല്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മഴ പെയ്ത സമയത്ത് ഇവര് വൃത്തികേടാക്കി വെക്കുമ്പോ ഭയങ്കര സ്മെല്ലാണല്ലോ. അപ്പൊ ഇന്നലെ രാത്രി ഇവര് ചവിട്ടിയിലൊക്കെ ഗേറ്റിന്റെ മുന്നിൽ ചവിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊരു പച്ച സ്മെല്ലാണ്. പിന്നെ അത് മൊത്തം അടിക്കലും കഴുകലും ഒക്കെ ആയിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് തലേദിവസം തന്നെ രാത്രി ചവിട്ടിയൊക്കെ മടക്കി വെച്ചതാണ്. എന്നാലും അതിന്റെ മുകളിൽ കയറി കിടക്കും. ഇവര് ഈ എല്ലായിടത്തും നനവ് കാരണം കൊണ്ട് ചൂടുള്ള സ്ഥലം നോക്കി നടക്കുന്നു. അങ്ങനെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാനതൊക്കെ കുറച്ചു നേരം നിന്ന് ആസ്വദിച്ചിട്ട് പിന്നെ കിച്ചണിലേക്ക് പോയിട്ടാ. രാവിലെ സഫമോൾക്ക് ദോശയൊക്കെ ചുട്ടു കൊടുത്തിട്ട് മാവ് ബാക്കി ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ എനിക്കുള്ളതാണ് ഇനിയിപ്പോൾ അടുത്ത പണികൾ. ഇനി ഒരു വണ്ടിക്ക് ഇതാ പാത്രമൊക്കെ കഴുകാനുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെയൊക്കെ ക്ലീൻ ആക്കി വേണം എനിക്ക്. അപ്പൊ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് വേഗം പാത്രമൊക്കെ കഴുകി വെച്ചിട്ടോ. ഇതാണ് ഇവിടെ ഇങ്ങനെ വെച്ച് നമുക്ക് ഇങ്ങനെ ഇതേപോലെ സൗകര്യം ഉണ്ട്. ഇങ്ങനെ ഇതേപോലെ വേഗം കഴുകുക, വേഗം മൂടുക, വേഗം വെച്ചുണ്ടാക്കുക. ഇതാണ് നമ്മുടെ പണി. അപ്പൊ എല്ലാം നമുക്ക് ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി പുട്ടിന്റെ വെള്ളം ഇതാ ഇവിടെ ഭയങ്കരമായിട്ട് ആവി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പുട്ടിന് രാവിലെ തന്നെ ഞാൻ നേരത്തെ ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോ തന്നെ കുഴച്ച് വെച്ചിരുന്നു കേട്ടോ. അത് ഈ പുട്ടുപൊടി ആയതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ നമുക്ക് വെള്ളം നനച്ച് വെച്ചോണ്ട് ഇനിയിപ്പോ ഇതൊന്ന് മിക്സ് ചെയ്യുക, തേങ്ങ ചിരണ്ട, പുട്ടുണ്ടാക്കണം. അപ്പൊ നമ്മുടെ ഒരടുപ്പത്ത് പുട്ടും ഒരടുപ്പത്ത് ഷിനുവിനുള്ള ബൂസ്റ്റും ആയിട്ടുണ്ട്. ഇനി പപ്പടം പൊരിക്കണം. പിന്നെ കുറച്ച് ബീഫ് കറി ഇന്നലത്തെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി പുട്ടുണ്ടാക്കിയിട്ട് അടുത്തത് കാണാം കേട്ടോ. രാവിലെ ഭയങ്കര തിരക്കാണ്. രാവിലെ അല്ല, ഫുൾ ടൈം തിരക്കിലാണ്, ബിസി. അപ്പൊ ഞാൻ ഇതിന്റെ പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ കയ്യില് ഗ്ലാസ്സൊക്കെ ഇതുപോലെ വെള്ളം വാരാൻ വേണ്ടി. ഈ ഒരു സംഭവം നമുക്ക് ഷിനുവിന് എന്താണ് പറയുക, മദ്രസയിൽ സമ്മാനം കിട്ടിയതാണ്. അപ്പൊ ഇതൊരു നല്ലൊരു ഉപകാരമായി. അപ്പൊ ഇതൊക്കെ ജെല്ലിങ്ങനെ വെക്കാം. അപ്പൊ എനിക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമ്മുടെ മടാള് കൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ഓരോ സംഭവങ്ങൾ കിട്ടാൻ വേണ്ടി അടുപ്പൊക്കെ ഇങ്ങനെ ഇതുപോലെ മൂടി വെച്ചിരിക്കാണ് കേട്ടോ. തിരിച്ചു വെച്ചിട്ട് അടുപ്പ് കത്തിക്കാത്തതൊന്നുമല്ല, ഒരു നേരം മാത്രമേ ഫുഡ് കഴിക്കുള്ളൂ. രാത്രി ചോറല്ല കഴിക്കുക, ചപ്പാത്തിയോ ദോശ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കഴിക്കാറ്.
അപ്പം അത് കാരണം കൊണ്ട് ഇക്കാക്ക് ഷുഗർ, എനിക്ക് തൈറോയ്ഡ്, അങ്ങനെ അത് കാരണം കൊണ്ടാണ് ഇട്ട് അടുപ്പ് കത്തിക്കാത്തതല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല, ഒന്നും വിചാരിക്കരുത്. ചെയ്തിട്ട് നമ്മൾ ഡപ്പയും കാര്യം പെട്ടെന്ന് അത്യാവശ്യം എടുക്കാൻ പറ്റുന്നൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ദോശ ചൂടാനിതാ ഇവിടെ നമ്മുടെ ഈ ഒരു അടുക്കളയിലാണ്. ഇതാവുമ്പോ ഈ പരന്ന് ദോശ ഇട്ടിട്ട് മറ്റേ അടുപ്പിൽ എനിക്ക് കരിയുള്ളൂ. അപ്പം സഫമോള് ദോശ കൊണ്ടുപോയി. അപ്പൊ അവൻ ആദ്യം പറഞ്ഞത് അവനക്ക് ദോശ മതിയെന്ന്, പിന്നെ അവനക്ക് പുട്ടുണ്ടാക്കി കണ്ടപ്പോൾ കഴിക്കാനും പുട്ട് മതിയെന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ അവനക്ക് ദോശ ഉണ്ടാക്കിയില്ല, കഴിക്കാനും കൊണ്ടുപോകാനും പുട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. രാവിലെ നമുക്ക് നല്ല തിരക്കാണ്. ഇതാണ് ഒന്ന് കണ്ണു തെറ്റിയാൽ പോയി കാര്യം. ദോശയുടെ ഒന്ന് വീഡിയോസ് കാണിച്ചു തരാം, അവിടെ ആ ഭാഗം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും നമ്മുടെ പാല്. അപ്പൊ പപ്പടം റെഡിയായി, പപ്പടത്തിന്റെ റെഡിയായിട്ടുണ്ടായി. ഇനി വേഗം ബൂസ്റ്റും ഉപ്പും റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. തക്കാളിയും പച്ചമുളകിനോടൊക്കെ വാങ്ങിപ്പോകുന്നു. പച്ചമുളകൊക്കെ ഞെട്ടി പൊട്ടിച്ചിട്ടും ബാക്കി എനിക്ക് സമയം കിട്ടിയില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് മാറ്റണം കേട്ടോ. ഉള്ളിയൊക്കെ അപ്പൊ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. ഇങ്ങനെയാണ് ക്ഷീണില്ല. പുട്ട് ചൂടുള്ള പുട്ട് കഴിക്കുന്നു. ചൂടുണ്ടോ? തറവാട്ടിൽ ഞങ്ങൾക്ക് കുറച്ച് ചെറുതായി കൊടുത്തിട്ടില്ല. പിന്നെ തറവാട്ടിൽ തന്നെ ഞങ്ങൾക്ക് നല്ല പഴുത്ത ചക്ക, മാങ്ങ കുറേ കഴിഞ്ഞു, ബാക്കിയുള്ള കൂടിയാണ്. ഇപ്പം സമയം 9:10. 9:10 ഷിമിനി കൊണ്ടുപോകാനുള്ളത് എനിക്കുള്ള പുട്ടായിട്ട് ചായ കുടിച്ചിട്ടാണ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടുകാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഷിമിനി കൊണ്ടുപോകണം, ഞാൻ കഴിക്കും. ഇത് നമ്മുടെ വർക്ക് ഏരിയയിൽ ഇതുപോലെ സൗണ്ട് കിട്ടും, അതേപോലെ ഇങ്ങനെ പെയിന്റ് ചെയ്യും. അപ്പം അത് ഞാൻ ഉള്ളിയൊക്കെ എടുപ്പിച്ചു അതൊക്കെ ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു ഭാഗത്ത് ഫ്രിഡ്ജിൻ്റെ ഇങ്ങനെ മറക്കിയിട്ട് ഇവിടെ കുട്ടികൾ വേറെ ഇങ്ങനെ ഞാനിതുപോലെ കവറൊക്കെ എടുത്ത് വെക്കുമ്പോൾ അതേപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമല്ലോ. അപ്പോൾ നമ്മുടെ ഉള്ളിക്കൊട്ടൊക്കെ ഇവിടെ തന്നെ വെച്ച് കാണാത്ത രൂപത്തിൽ ഈ ഭാഗത്താണ് ഇപ്പോൾ ഫ്രിഡ്ജ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ പെട്ടെന്ന് ആരെങ്കിലും കയറി വരികയാണെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും കാണില്ലല്ലോ. അപ്പോൾ അത് വേണ്ടിയിട്ട് അപ്പം ഇത്രയും സ്ഥലമുണ്ട് കേട്ടോ നമുക്കിവിടെ വർക്ക് ഏരിയയിൽ. ഇങ്ങനെ നീണ്ടൊരു ഫ്രണ്ടാണ് കേട്ടോ. മേലെ നിറച്ച് തുണികൾ എടുക്കേണ്ടി ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പം ഇതേപോലെ ചെറിയൊരു മേശ പണിക്കിട്ടെങ്കിൽ അവിടെ ഇരുന്നിട്ടാണ് കുട്ടികൾ പെട്ടെന്നൊക്കെ ചായ കുടിക്കണമെങ്കിൽ ചായ കുടിക്കും. അപ്പം ഈ കയറി ഇറങ്ങൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇവിടെ ഈ പഴയ സ്റ്റൗ വെക്കണതിന് മുന്നേ ഇതിങ്ങനെ കയറി ഇറങ്ങിയിട്ട് എനിക്കൊക്കെ ഭയങ്കര കാലുവേദനയായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ സെറ്റാക്കി. അപ്പോൾ 9:10 ഞാൻ ഈ പാത്രങ്ങൾ 9:10 എൻ്റെ പാത്രങ്ങൾ കഴുകലും നമ്മുടെ ചായപ്പണിയും കഴിഞ്ഞു കേട്ടോ. അപ്പം രാവിലത്തെ വിശേഷം ഇതാണ്. ബാക്കിയുള്ളത് ഞാൻ ഷീനി പോയതിന് ശേഷമുള്ളത് കാണിച്ചു തരാം. നമ്മൾ ഷോപ്പ് തുറന്നു. ഞാൻ ഈ ഒരു വീഡിയോ നമ്മുടെ ഷോപ്പ് തുറക്കണ വരെയുള്ള ഒരു വീഡിയോസ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ടൈം കിട്ടണമെങ്കിൽ പറഞ്ഞ പോലെ ടൈമൊന്നും കിട്ടിയില്ല. ഷീനുവിൻ്റെ വണ്ടി വേഗം വന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പൗച്ച് അവർക്കിത് ഈ ഒരു ഫുഡ് കൊണ്ടുപോകണം, അത് അവർക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ മറ്റേ വെള്ളം പോയാലൊന്നും ഒരു പ്രശ്നമില്ല, നല്ലൊരു ഇതാണ്. പിന്നെ ബാഗിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുക, സെപ്പറേറ്റ് കൈ പിടിക്കേണ്ട ആവശ്യമില്ല, നല്ല ഒതുക്കുള്ളതാണ്. അപ്പോൾ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് എന്താ ചായ കുടിക്കുകയാണ് കേട്ടോ. സമയം 10 മണിയായി. എല്ലാവരും ഇങ്ങനെ തന്നെയാണോ എന്നറിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.